അല്ലാഹു തആല വഹയിന്റെ ദിവ്യബോധനത്തിന്റെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉന്നതമായ സാമീപ്യത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്തുന്നത് ആർക്കാണ് നിഷേധിക്കുവാൻ കഴിയുക? കാരണം അതില്ലെങ്കിൽ ഖുർആൻ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളും ചരിത്രങ്ങളും ലോകത്ത് നിന്ന് മായ്ക്കപ്പെട്ടേനെ. അല്ലമഹു ശദീദുൽ ഖുവാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലമഹു ശദീദുൽ ഖുവാ. ഏറ്റവും ശക്തവാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിജ്ഞാനീയത്തിന്റെ വഴികൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞതാണ്, വസ്സുബ്ഹി ഇദാ തനഫസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂലുള്ളാഹിയുടെ സഹചാരിയായി കൂടെ നിൽക്കുന്നവനായി ഈ ദിവ്യബോധനം നൽകിയത് എന്ന് ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. റസൂലിന്റെ ഏറ്റവും വലിയ അത്ഭുതമായി സവിശേഷതയായി നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ഈ വഹയുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യൻസിലു അലൈഹിൽ വഹയു ഫിൽ യൗമി ശദീദിൽ ബർദി. നല്ല തണുപ്പുള്ള രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി ഇറങ്ങുമ്പോഴും വഹയിന്റെ ഭാരത്താൽ നബിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നു. എന്തൊരു അത്ഭുതമാണല്ലേ! അവരിങ്ങനെ കാണുകയാണല്ലോ, അവരിങ്ങനെ അറിയുകയാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ള മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ നിന്ന് തേനീച്ച മുരളുന്നത് പോലെ ഒരു സീൽക്കാരം ഞങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങൾക്കറിയാൻ കഴിയും നബിക്ക് വഹയി ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ എന്താണോ അവിടുത്തേക്ക് പുതുതായി അവതീർണമായത് അത് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവതരിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഈമാനിക ശക്തിയും ഈമാനിന്റെ സ്നേഹവും ഒക്കെ ഉണ്ടായത്. റസൂലിനോട് തിരുമേനി പറഞ്ഞു, നിങ്ങളാരും എന്റെ അടുക്കലേക്ക് ദുർഗന്ധം വമിക്കുന്ന വാസനകളുമായിട്ട് വരരുത്, ഉള്ളി ഭക്ഷിച്ചു കൊണ്ട് വരരുത്, ദുർഗന്ധമുണ്ടാക്കുന്ന വാസനകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരരുത്. ഇന്നി ഉനാജി മല്ലാത്തുനാജൂൻ. നിങ്ങൾ സംസാരിക്കാത്തവരുമായി ഞാൻ സംസാരിക്കുന്നയാളാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കറും ഉമറും തീരുമാനിച്ചു റളിയല്ലാഹു അൻഹുമാ, നമുക്ക് നമ്മുടെ റസൂലിന്റെ മുല കുടിച്ച റസൂലിന്റെ മുല കൊടുത്ത ഉമ്മു ഐമനെ പോയിട്ടൊന്ന് കണ്ടാലോ. അവർ ഉമ്മു ഐമന്റെ അടുക്കൽ പോയി. ഉമ്മു ഐമനെ കണ്ടപ്പോ ഉമ്മു ഐമൻ അങ്ങ് കരയാൻ തുടങ്ങി. ഉമ്മു ഐമന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. യാ ഉമ്മാ, നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു രണ്ടുപേരും. നബി തിരുമേനി വലിയ ലോകത്തേക്ക് പോയിരിക്കുകയല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പോയത് കൊണ്ടല്ല, എനിക്കറിയാം അള്ളാഹുവിന്റെ റസൂല് ഉന്നതമായ സ്ഥാനത്താണ്. പക്ഷേ വഹയി മുറിഞ്ഞു പോയല്ലോ. ഇനി നമ്മുടെ ഇടയിലേക്ക് ജിബ്രീൽ വഹയുമായിട്ട് വരില്ലല്ലോ. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ നബിയിലേക്ക് അഭയം പ്രാപിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള തീരുമാനം മുഖറബായ മലക്ക് നമ്മിലേക്ക് കൊണ്ടുവരുമായിരുന്നല്ലോ. ഇനി അതുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അതല്ലേ ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ ആദ്യം അംഗീകരിച്ചത് എന്റെ സഹോദരിമാരെ ഒരു പെണ്ണായിരുന്നു. വഹയിന്റെ അത്ഭുതങ്ങളിലെ ഒരു വലിയ പാഠമാണ്. നബിയെ ആദ്യമായിട്ട് അംഗീകരിച്ചത് ഒരു പെണ്ണായിരുന്നു. സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. വലിയ അത്ഭുതമല്ലേ! ചരിത്രത്തിന്റെ ഏറ്റവും സുമുഖമായ ഒരു ഭാഗമാണ് റസൂലുള്ളാഹിയും ഖദീജ ബീവിയും തമ്മിലുള്ള ഈ ഭാഗം. ഈ ലോകത്ത്
ഒരു വ്യക്തിയെ തീരെ അംഗീകരിക്കാത്ത ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ അധിക ആളുകൾ, ഞാനല്ല കേട്ടോ, അധിക ആളുകൾ മറുപടി പറയാ ഭാര്യയായിരിക്കും. എത്ര വലിയ ആളാണെങ്കിലും എത്ര ഉഷാറുള്ള ആളാണെങ്കിലും ഭാര്യന്റെ അടുക്കൽ ഏറ്റവും അങ്ങനെ ആയിരിക്കും. എൻ്റെ അനുഭവം പറയാമെന്ന് ആരും വിചാരിക്കണ്ട. പണ്ട് ഇതേപോലെ ഒരു വാഴത്തിന്റെ സദസ്സിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീ കാര്യമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് വാഴത്. അപ്പൊ അത് കഴിയുന്നതിന്റെ മുമ്പായിട്ട് ഒരു ലിസ്റ്റ് വന്നു. അവിടെ ഉസ്താദ് കാര്യമായിട്ടൊന്ന് ദ്വാരക്കണം, ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 250 രൂപ സംഭാവന. ഉസ്താദ് കാര്യമായിട്ടൊന്ന് ദ്വാ ചെയ്തു, അള്ളാഹു രണ്ടുപേരെ ഇപ്പൊ തന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ. ദ്വാ ചെയ്ത് എല്ലാവരും ആമീനൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഉറപ്പായി ഇവർ രണ്ടുപേരും സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ദ്വാ അവസാനിക്കുന്നതിന്റെ മുമ്പ് 500 രൂപയുടെ വേറെ ഒരു സംഭാവന. ഉസ്താദെ നേരത്തെ ചെയ്ത ആ ദ്വാ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം, ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവാണ്. ദുന്യാവ് തന്നെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്ന് അറിയില്ല, ഇനി ആഖിറത്തിൽ അവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നാണത്രേ ആ സഹോദരൻ പറഞ്ഞത്. അതേപോലെ ആയിരിക്കും. പണ്ട് ഒരു വലിയ ഒരു കഥ കേൾക്കുന്നതാണ്. ഉസ്താദുമാരൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഒരു വലിയ എന്ത് കറാമത്ത് കാണിച്ചാലും അതിപ്പോ നിങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഭാര്യ തീരെ അംഗീകരിക്കൂല. എന്ത് പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കൂല. അങ്ങനെ ഒരു ദിവസം ഇയാൾ തീരുമാനിച്ചു, ഒരു പുതിയ ഐറ്റം കറാമത്ത് കാണിച്ചു കൊടുത്ത് ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് വശത്താക്കണം. അങ്ങനെ ഇവരിങ്ങനെ രാവിലെ മുറ്റടിച്ച് വരുന്ന സമയത്ത് ആകാശത്ത് കൂടെ ഇങ്ങനെ വിമാനം പറക്കുന്നത് പോലെ മൂപ്പരിങ്ങനെ പറന്നു പോയത്. പറന്നിട്ട് അപ്പുറത്ത് ചെന്ന് വീണ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇതിൽ നിങ്ങൾ കണ്ടോ, ഒരാൾ ഇതിലൂടെ പറന്നുപോയി, അത് നീ കണ്ടിരുന്നോ? എന്നാ ഒരു കാര്യം കേൾക്കണക്ക്, അത് ഞാനാണ്, നിന്റെ ഭർത്താവായ ഞാനാണെന്ന് പറഞ്ഞു. എനിക്കത് കണ്ടപ്പോഴേ തോന്നിയാണ്. കാരണം ഒരു ചെരിവുണ്ടായിരുന്നു ഇങ്ങനെ പറക്കുന്ന സമയത്ത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്തൊരു പറക്കലാണ്. പറക്കുകയാണെങ്കിൽ മര്യാദക്ക് പറന്നുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കൊളാക്കി എന്നാണ് കഥ. എന്നാൽ ഇവിടെയാണ് നമുക്ക് മാതൃക ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ പേടിച്ചവശനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ, അബ്ശിർ വല്ലാഹി ലഖദ് കുൻതു അഅലമു അന്നല്ലാഹ ലൻ യഫ്അല ബിക ഇല്ലാ ഖൈറാ. പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട ഭർത്താവേ, അല്ലാഹു നിങ്ങൾക്കൊരിക്കലും ഒരു പ്രയാസവും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുഭവങ്ങൾ മുഴുവൻ റസൂലുള്ള പങ്കുവെക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭയത്തെ, പേടിയെ മാറ്റിക്കൊണ്ട് അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ ഇവിടെ തൊട്ടടുക്കൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ കൈകളിൽ തലോടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആദ്യമായി നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞയാൾ, വഅശ്ഹദു അന്നക നബിയ്യു ഹാദിഹിൽ ഉമ്മ അല്ലദീ തൻതദിറുഹുൽ യഹൂദ്. യഹൂദികൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നബി നിങ്ങളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ റസൂലുള്ളാഹിനെ ഭക്ഷണം കഴിപ്പിച്ചു, നബിക്ക് സമാധാനം നൽകി, റസൂലുള്ളാഹിയെ വീട്ടിൽ കിടത്തി. എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി വഹയിനെ കുറിച്ച് അന്വേഷിക്കാനാണ്. അവിടെ ഉണ്ടായിരുന്നു നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന ഒരടിമ, അദ്ദാസ് എന്നായിരുന്നു ആ അടിമയുടെ പേര്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അദ്ദാസ് ചോദിച്ചു, അല്ല ആരിത്, എന്തിനാണാവോ ഖുറൈശികളുടെ നേതാവായ സ്ത്രീ എന്നിലേക്ക് വന്നിരിക്കുന്നത്? അദ്ദാസേ ഹൽ ഇൻദക ഇൽമുൻ മിൻ ജിബ്രീൽ, ജിബ്രീലിനെ കുറിച്ച് നിന്റെ അടുക്കൽ വല്ല അറിവുമുണ്ടോ? അദ്ദാസ് പറഞ്ഞു, ഖുദ്ദൂസുൻ ഖുദ്ദൂസ്, പരിശുദ്ധൻ തന്നെയല്ലേ, മഹാപരിശുദ്ധൻ തന്നെയല്ലേ. ആയിഷ ബീവി വീണ്ടും ചോദിച്ചു, അല്ല അദ്ദാസേ, എന്താ ജിബ്രീലിനെ കുറിച്ച് നിനക്കറിയാവുന്ന കാര്യം? ഭർത്താവിനൊരു പ്രയാസം വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് നിൽക്കുകയാണ്, കൂടെ നിൽക്കുകയാണ്. ഇനി നിങ്ങൾ എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ ഒഴിവാക്കുകയാണ്, നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കല്ലേ, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തുന്ന എന്റെ സഹോദരിമാരെ, വലിയ പാഠമാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ, റസൂലുള്ളാഹിയുടെ കാര്യമറിയാൻ ബഹുമാനപ്പെട്ട ഖദീജ ബീവി കടന്നു ചെല്ലുകയാണ്. അദ്ദാസ് പറയുകയാണ്, ഖദീജ, ജിബ്രീൽ ആരാണെന്നറിയില്ലേ? ഇന്നഹു അമീനുല്ലാഹി ബൈനഹു വ ബൈനല്ലാഹി ബൈനൻ നബിയീൻ.
നബിമാർക്കും അല്ലാഹുവിന്റെയും ഇടയിലുള്ള ദൂതനാണ് ജിബ്രീൽ. വഹുവ സ്വാഹിബു മൂസാ വ ഈസാ, മൂസാ നബിയുടെയും ഈസാ നബിയുടെയും സ്വാഹിബാണ്. വറഖത്തിന്റെ അടുക്കൽ ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വിശദമാക്കാത്തത്. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ ചെന്നു. വറഖത്ത് പറയുകയാ, ഖദീജ മുഹമ്മദിന്റെ അടുക്കൽ വന്നത് നാമൂസുൽ അക്ബർ, അത് ജിബ്രീൽ എന്നറിയപ്പെടുന്ന മലാഖയാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നബി തിരുമേനി ഖദീജയെ സ്വാഗതം ചെയ്യുന്നത്, ഖദീജ എനിക്കിതാ വീണ്ടും ജിബ്രീൽ വന്നിരിക്കുന്നു, എന്നോട് ഇത് ലോകത്തോട് മുഴുവൻ പറയാൻ കൽപ്പിച്ചിരിക്കുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻവിർ വറബ്ബക ഫകബ്ബിർ, എന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഖദീജ. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുകയാണ്, ഇന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാ. ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ കൈ വീണ്ടും പിടിച്ചു. നബിയേ, കണ്ണിൽ നിറവെള്ളം നിറച്ചുകൊണ്ട് ഭാര്യയായ ഖദീജ പറയുകയാണ്, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ, അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാ. അത് പറഞ്ഞിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് എന്തുണ്ടായാലും അങ്ങയുടെ കൂടെ ഞാനുണ്ടാകും, അങ്ങയുടെ പിന്നിൽ ഞാനുണ്ടാകും നബിയേ, സദാസമയവും ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുക മാത്രമല്ല, പിന്നീട് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒരിക്കൽ ഖദീജ ബീവി പറഞ്ഞു, നബിയേ, ഇനി ജിബ്രീൽ വന്നാൽ അത് എന്നോട് പറയണം. ഒരു ദിവസം ജിബ്രീൽ വന്നപ്പോ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ ജിബ്രീൽ വന്നു. ഖദീജ ബീവി റസൂലുള്ളാഹിയോട് ഖദീജ ബീവി പറഞ്ഞു, എന്റെ തുടയിലിരിക്കൂ, ഇപ്പൊ കാണുന്നുണ്ടോ? അതെ, ഇപ്പോൾ കാണുന്നുണ്ട്. വീണ്ടും ഇടത്തെ തുടയിലിരിക്കാൻ പറഞ്ഞു. അതറാഹുല്ലാൻ, ഇപ്പൊ കാണുന്നുണ്ടോ? അതെ, ഇപ്പോൾ കാണുന്നുണ്ട്. ഖദീജ ബീവി തന്റെ ആ മേൽ വസ്ത്രം അങ്ങ് മാറ്റി. ഇപ്പൊ ഞാൻ കാണുന്നില്ല ഖദീജ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി പറഞ്ഞു, എങ്കിൽ അത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഉറക്കൊക്കെ മാറ്റി വെച്ച് ചൊല്ലൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ. ഇമാം ബൂസീരി പറയുകയാണ്, നബി തിരുമേനിക്ക് കണ്ണുറങ്ങിയാലും ഉറങ്ങാത്ത ഒരു മനസ്സുണ്ടായിരുന്നു. അതാണ് ഇന്ന ഐനി തനാമാനി വലാ യനാമു ഖൽബി. എന്റെ ഹൃദയം ഉറങ്ങിയാൽ, എന്റെ കണ്ണുറങ്ങിയാലും എന്റെ ഹൃദയം ഉറങ്ങുന്നില്ല. തബാറകല്ലാഹുമാ വഹയും ബിമുക്തസബി വലാ നബിയുൻ അലാ ഐബിൻ ബിമുത്തഹമി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണമാണ്. നബി അല്ലാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ഉറക്കെ ചൊല്ലൂ. അവിടുത്തെ ഇവിടെ മദഹുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ മാതാവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ, പിതാവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ നമുക്കത് അറിയില്ല എന്നുള്ളതാണ് നബിയോട് നമുക്ക് ബന്ധം കുറഞ്ഞു വാങ്ങാൻ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഈ ലോകത്ത് ലോകമുണ്ടാകാനുള്ള കാരണം കല്ലാ വലാ ഖുലിഖൽ വറാ ലൗലാക. അങ്ങില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ പടക്കുമായിരുന്നില്ല. കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ,
ഞാൻ എല്ലാവരും എന്നെ അറിയട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ മുഴുവൻ പടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ സൃഷ്ടികളെ പോലും ഞാൻ പടക്കാൻ തീരുമാനിച്ചത് അതിന്റെ കാരണമായി ഞാൻ കണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ മത്താ വജബത്ത് ലക്കൻ നുബുവ, എപ്പോഴാണ് അങ്ങ് നബിയായിട്ട് തീരുമാനിക്കപ്പെട്ടത്? ഞാൻ മുമ്പേ നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. വ ആദമു ബൈന റൂഹി വൽ ജസദ്, ആദം നബി അലൈഹിസ്സലാം ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടയിലായി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ പ്രവാചകനായി നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയായിരുന്നു, ഒരു നബി വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്. എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്ദുൽ അഹദ് ദാവൂദ് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ക്രിസ്തീയ പണ്ഡിതൻ മുസ്ലിമായിട്ട് മാറിയിട്ടുണ്ട്. റുമേനിയയിലെ ഒരു വലിയ പള്ളിയിൽ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഫാദർ ഡേവിഡ് ബെഞ്ചമിൻ എന്നായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് ബൈബിൾ ആൻഡ് ഖുർആൻ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ബൈബിളിൽ കണ്ടു ഈസാ നബി അലൈഹിസ്സലാം വരാനിരിക്കുന്ന മുഹമ്മദുർ റസൂൽ എന്ന നബിയെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയാം, എന്നാൽ അദ്ദേഹം അതിലുള്ള ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്, ഐ ഷാൾ ഗോ ടു ദി ഫാദർ. യേശുവിന്റെ വലിയ വർത്തമാനം, ദൈവത്തിന്റെ സംസാരം. And he will send you another apostle. ഞാൻ ദൈവത്തിങ്കലേക്ക് യാത്രയാവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേറെ ഒരു അപ്പോസ്തലനെ അയക്കുന്നു. His name shall be Paracletus. അദ്ദേഹത്തിന്റെ പേര് പെരാക്ലിറ്റസ് എന്നാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം പറയുന്നു. ആ വാക്കിന് കൃത്യമായ ഒരു അറബി ട്രാൻസ്ലേഷൻ ഉണ്ട് എങ്കിൽ അത് അഹ്മദ്. പെരിക്ലിറ്റസ് എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥം ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അഹ്മദ്. ഈ അഹ്മദ് എന്നതാണ് ഖുർആനിൽ ഞാൻ കണ്ടത്. ഇത് ومبشرا برسول يأتي من بعد اسمه أحمد. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. എന്താണ് ആ റസൂലിന്റെ പേര്? അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും വേദങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് വരാനുണ്ട് എന്ന വലിയ ഒരു യാഥാർത്ഥ്യം പറയുകയായിരുന്നു. അല്ലേ? തൂനെ ജഹാമേ महफिल सजाई तारीकियों में शम्आ जलाई तू तेरे लिए है दुनिया बनी है नीले फलक की चादर तनी है गर तू न होता तो दुनिया थी खाली സാരേ നബി തേരെ ദർ കെ സവാലി. അങ്ങില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ ഈ ലോകമേ ഉണ്ടാകുമായിരുന്നില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും പറഞ്ഞു, നബിയെ ഇത് വേണോ നിങ്ങൾക്ക് സ്വർണമായിട്ട്? അല്ലേ? വറാവദത്തുൽ ജീബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫആറാ അയ്യാമാ ശമമി. പർവ്വതങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണമായി തന്നാലോ? പക്ഷെ എന്താ പറഞ്ഞത്? വേണ്ട വേണ്ട വേണ്ട. എന്തേ കാരണം? വകൈഫ തദ്ഉ ഇല ദുനിയാ ലറൂറതു മൻ ലൗലാഹു ലം തുഖ്ലഖി ദുനിയാ മിനൽ ആദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു തആല
തആല ആ നബിയെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലുണ്ട്. ഒരു ഷഹാദത്ത് ചൊല്ലും. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പേര് തന്നെ ഭയങ്കര പേരല്ലേ. വഖദ് സമ്മാനില്ലാഹു അഹ്മദ്. അല്ലാഹു എനിക്ക് പേരിട്ടത് മുഹമ്മദ് എന്നല്ല, അഹ്മദ് എന്നാണ്. ഖുർആനിൽ മുഹമ്മദ് എന്ന പേര് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഈ സമുദായം അല്ലാഹുവിനെ സ്തുതിക്കുന്ന സമുദായമാണ്. ആ സമുദായത്തിന്റെ നായകന് സ്തുതിക്കപ്പെട്ടവൻ എന്നല്ലാതെ എന്തു പേരാണ് അല്ലാഹു നൽകുന്നത്? ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചയാൾ ഈ പേരിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി. കൗനൈൻ രണ്ട് ലോകത്തിന്റെയും നേതാവാണ്. ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തോടെ പഠിക്കണം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തൊക്കെ എല്ലാവരും ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ ആരാ? സയ്യിദുൽ കൗനൈൻ. രണ്ട് ലോകവും. ഏതാണ് ആ ലോകം? അദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലെ നേതാവാണ്, ആഖിറത്തിലെയും നേതാവാണ്. ദുനിയാവിലെ നേതാവ് എന്ന് പറഞ്ഞാൽ ആരുടെ നേതാവ്? പ്രപഞ്ചമേ, പ്രപഞ്ചത്തിന്റെ നേതാവ്, മരങ്ങളുടെ നേതാവ്, കല്ലുകളുടെ നേതാവ്, പറവകളുടെ നേതാവ്, പക്ഷികളുടെ നേതാവ്, ഉറുമ്പുകളുടെ നേതാവ്, പൂക്കളുടെ, പുഴുക്കളുടെ, തരുക്കളുടെ, താരുക്കളുടെ എല്ലാവരുടെയും നേതാവാണ് നമ്മുടെ കരളിന്റെ കഷ്ണം മുഹമ്മദ് മുസ്തഫ. എല്ലാവരുടെയും, എല്ലാവർക്കും അത് അറിയും ചെയ്യാം. എല്ലാവർക്കും അതറിയും ചെയ്യാം. അതുകൊണ്ടല്ലേ നബിയെ കാണുമ്പോൾ കല്ലുകൾ നബിയോട് സലാം പറഞ്ഞത്? നബിയോട് സലാം പറഞ്ഞു കല്ലുകൾ അല്ലേ? കല്ലുകൾ റസൂലുള്ളാഹിയുടെ കയ്യിലിരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. നബ്ദം ബിഹി ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ നബ്ദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമി. നബ്ദം ബിഹി, റസൂലുള്ള കല്ലുകളെ വലിച്ചെറിഞ്ഞു. ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ, കൈവെള്ളയിൽ ഇരുന്നു കൊണ്ട് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. അത് കഴിഞ്ഞിട്ട് റസൂലുള്ള വലിച്ചെറിഞ്ഞു. ഏതുപോലെ? വലിച്ചെറിഞ്ഞതുപോലെ. ആര്? മത്സ്യം വലിച്ചെറിഞ്ഞതുപോലെ തസ്ബീഹ് ചൊല്ലിയപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ കല്ലുകളെ വലിച്ചെറിഞ്ഞു. ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടതാണ്. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫം മിനൽ ഹസാ. റസൂലുള്ളാഹി ഇങ്ങനെ കുറച്ച് കല്ലുകൾ എടുത്തു. ഫസബ്ബഹന ഫീ യദിഹി, അത് കയ്യിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. ഹത്താ സമിഅന തസ്ബീഹ, ഞങ്ങളൊക്കെ അതിങ്ങനെ കേൾക്കുകയാണ്. എന്തേ കാര്യം? കല്ലുകളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. എല്ലാം കല്ലുകള്, എല്ലാ കല്ലുകളുടെയും നേതാവ്. മരങ്ങൾ ഇന്നിപ്പോ വലിയ സംഭവമാണ്. എന്ത്? മരം നടുക. അത് വളരുന്നുണ്ടോ? അത് വലുതാകുന്നുണ്ടോ? ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. എല്ലാവർക്കും എന്ത് ചെയ്യണം? മരം നടുന്നത് പത്രത്തിൽ കൊടുത്തിട്ട് ഫോട്ടോ വരണം. ഇവിടുത്തെ ആളുകളെ പറ്റിയിട്ടോ SKSFരെ പറ്റിയിട്ടോ അല്ലട്ടോ ഞാൻ പറയുന്നത്. എല്ലായിടത്തും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? എല്ലാ പ്രകൃതി എന്തെന്നതിന് പറയാം, പരിസ്ഥിതി ദിനം, അതിനോടനുബന്ധിച്ചുള്ള മരങ്ങളെങ്ങാനും ഇവിടെ നട്ടിട്ടുണ്ടെങ്കിൽ ഈ കേരളം വലിയൊരു വനമായി മാറിയനെ എന്നെനിക്ക് തോന്നാറുണ്ട്. മരങ്ങളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഒരു മരം മുറിക്കരുത്. നിങ്ങൾ യുദ്ധം ചെയ്യാണ്, നിങ്ങളുടെ ശത്രുവാണ്. മരം മുറിക്കല്ലേ, നിങ്ങൾ മരം നടണേ, നിങ്ങൾ ചെടി നടണേ, അത് തസ്ബീഹ് ചൊല്ലും. നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം നട്ടുപിടിപ്പിക്കുകയും ആ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും ഫലമുണ്ടാവുകയും ചെയ്താൽ, അതിൽ നിന്ന് ആരെങ്കിലും കഴിച്ചാൽ, ഇന്നിപ്പോ അടുക്കളത്തോട്ടം, ഇതൊക്കെ റസൂലിന്റെ കൽപ്പനയാണ്.
അടുക്കളത്തോട്ടുണ്ടാക്കലും വഴുതനങ്ങ ഉണ്ടാക്കലും കയ്പ ഉണ്ടാക്കലും പയറുണ്ടാക്കലും അതിൽ നിന്ന് അറുത്തെടുക്കലും അതിൽ നിന്ന് ഭർത്താവിനെ ഭക്ഷിപ്പിക്കലും അതിൽ നിന്ന് മക്കൾക്ക് വിഭവം ഉണ്ടാക്കലും ഒക്കെ നബിയുടെ കൽപ്പനയാണ്, നബിയുടെ മാതൃകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരങ്ങളുടെ നേതാവായിരുന്നു. അതിനെ സ്നേഹിച്ചു, അത് മുറിക്കരുതെന്ന് പറഞ്ഞു. ഒരു മരത്തെ കല്ലെടുത്തെറിഞ്ഞ ഒരു കുട്ടിയോട് ആ മരത്തിന് വേദനയാകില്ലേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഅത് ലി ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. എന്താ പറഞ്ഞത്? മരം നബി തിരുമേനിക്ക് കീഴടങ്ങിയ സംഭവങ്ങൾ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു. ഒരിക്കൽ ഞങ്ങൾ നബിയോട് കൂടെ സഞ്ചരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആവശ്യം വന്നു. മരുഭൂമി വിശാലമാണ്, കുറച്ച് ദൂരെ ഒരു മരമുള്ളൂ. റസൂലുള്ളാഹി ആ മരത്തിന്റെ അടുക്കൽ ചെന്നു, ഞാൻ പിന്നാലെ ചെന്നു. ആരും കാണാതിരിക്കണമല്ലോ. റസൂലുള്ളാഹി പറയുകയാണ്, ഫഅഖദ ബിഅമിൻ അഗ്സാനിഹാ, അതിന്റെ കൊമ്പിൽ പിടിച്ച് നബി തിരുമേനി പറഞ്ഞു, കൊമ്പേ ഇങ്ങോട്ട് താഴ്ന്നു വാ. ആ മരത്തിന്റെ കൊമ്പുകൾ മുഴുവൻ ഒരു മറയായി, ലോകത്തിന്റെ നേതാവേ അങ്ങയെ മറ്റാരും കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരങ്ങൾ താഴേക്ക് വീണു എന്ന് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ വിചാരിച്ചു ആ മരം ഒന്നായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലേക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു. വേറെ ഒരു ഹദീസ്, ജാഅ അഅറാബിയുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അഅറാബി നബിയുടെ അടുക്കൽ വന്നു. നബിയേ, ഇന്നി ഖദ് അസ്ലംതു, ഞാൻ മുസ്ലിമായിട്ടുണ്ട് നബിയേ, ഫഅരിനി ശൈഅൻ അസിദ് ബിഹി യഖീനാ, എനിക്കൊന്നുകൂടെ ഇസ്ലാം ഉറപ്പാകാനുള്ള എന്തെങ്കിലും തരണം. നബി തിരുമേനി ചോദിച്ചു, മല്ലദീ തുരീദു, എന്താ നിനക്ക് വേണ്ടത്? നബി തിരുമേനി അതാണ് ചോദിച്ചതാണ്, എന്താ വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അറബി പറയണേ, ഉദ്ഉതിൽ കശജറ ഫൽതഅതിക്, ആ കാണുന്ന മരമുണ്ടല്ലോ, ആ മരത്തെങ്ങോട്ട് വിളിക്ക്, അത് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. സ്വഹാബി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ മനുഷ്യനോട്, ഇദ്ഹബ്, നീ പോയിട്ട് നീ അതിനോട് പറയൂ, നിന്നെ വിളിക്കുന്നുണ്ട്, റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അജീബി റസൂലല്ലാഹ്, റസൂലുള്ളാഹിക്ക് ഉത്തരം നൽകൂ എന്ന് ആ മരത്തോട് പോയി നീ പറയൂ എന്ന് പറഞ്ഞു. ഇയാള് വേഗം പോയി, അറാബിയാണല്ലോ, ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, മരമേ നിന്നെ റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്വഹാബികൾ ഇതിങ്ങനെ കാണുകയാണ്. ഫമാലത് അലാ ജാനിബിൻ മിൻ ജവാനിബിഹാ, ആ മരം ഇങ്ങനെ ചാഞ്ഞു. അതിന്റെ വേരുകളൊക്കെ ഇങ്ങനെ അറ്റുപോയി. അതിന്റെ എല്ലാം വേരുകളൊക്കെ അറ്റ് അത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വന്നു. സഹാബികൾ പറയാണ്, എന്നിട്ടത് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അറാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ ഹസ്ബി ഹസ്ബി, എനിക്കിത് മതി നബിയേ, മതി നബിയേ. ഫഖാല ലഹാ, ആ മരത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇർജിഇ, തിരിച്ചു പോ. അറാബി അന്തം വിടാൻ വേറെ എവിടെയെങ്കിലും പോണോ? അറാബി പറഞ്ഞു, നബിയേ അത്തഅ്ദനുലി, എനിക്കങ്ങ് സമ്മതം നൽകുമോ? അൻ ഉഖബ്ബില റഅസക വരിജ്ലൈക, ഞാൻ അങ്ങയുടെ കാലൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ, ഞാൻ അങ്ങയുടെ കൈയൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ. ഓക്കെ, ചുംബിച്ചു കൊള്ളൂ. അത് ചുംബിച്ചപ്പോ ഇയാൾക്ക് പോരാ, ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദൻലി അൻ അസ്ജുദ ലക, ഞാൻ അങ്ങേക്കൊന്ന് സുജൂദ് ചെയ്യട്ടെ, പൂതി തീർന്നില്ല, ഞാൻ അങ്ങേക്കൊന്ന് സുജൂദ് ചെയ്യട്ടെ. ഈ അറാബിയുടെ മനസ്സ് എത്ര വലുതാണ്. ഈ അറാബി റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ ഞാൻ അങ്ങേക്ക് സുജൂദ് ചെയ്യട്ടെയോ നബിയേ? നബി തിരുമേനി പറയുകയാണ്, അത് വേണ്ട, ഒരു മനുഷ്യന് മറ്റൊരാളുടെ മേൽ സുജൂദ് ചെയ്യാൻ പറ്റൂല.
അങ്ങനെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ വലൗ അമർതു അഹദൻ, ഞാൻ ആർക്കെങ്കിലും സുജൂദ് മറ്റൊരാളുടെ മുമ്പിൽ ചെയ്യണമെന്ന് കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത, ഞാൻ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു അന്തസ്ജുദ ലിസൗജിഹാ, അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ അവൾ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മരങ്ങളും. ഒരു സംഭവം കൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖുത്ബ ഓതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. ഒരു മിമ്പർ. ആ മിമ്പർ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് അതൊന്ന് മാറ്റി. അങ്ങനെ റസൂലുള്ളാഹി അടുത്ത വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച അങ്ങനെ ഖുത്ബ ഓതുകയാണ്. ഫസ്വാഹത്തിൻ നഖ്ല സിയാഹസ് സബീ, ഒരു കുഞ്ഞ് ഏങ്ങലടിച്ച് കരയുന്നത് പോലെ ഈ ഈത്തപ്പനയുടെ തടി കരയുന്നത് ഞങ്ങൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ടപ്പോൾ എല്ലാവരും നോക്കി, എവിടുന്നാ ശബ്ദം? എല്ലാവരും അങ്ങനെ നോക്കിയപ്പോ ഈത്തപ്പന തടിയാ. ഒരു കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത് പോലെ അതിന്റെ അടുക്കൽ പോയിട്ട് അതിനെ തടവി സമാധാനിപ്പിച്ചു. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനത്തടി കരഞ്ഞു. കാരണം എന്താ? എന്റെ നേതാവല്ലേ, ദുനിയാവിന്റെ നേതാവ്, മൃഗങ്ങളുടെ നേതാവ്. പോയി നോക്കിയാൽ മതി, എവിടെയെങ്കിലും ഹൈവേയില് നീ കാണാൻ കഴിയും വലിയ മൃഗങ്ങളെങ്ങനെ കൊണ്ടുവരുന്നു, പോത്തുകളെയും മൂരികളെയും കാളകളെയും ഒക്കെ നിറച്ചിട്ട്. നിങ്ങളാരും കാണാറില്ല എന്നാണ് തോന്നുന്നത്. കാണാറില്ലേ? പാവം തോന്നും കണ്ടാൽ. നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ കൊണ്ടുവരാൻ ആർക്കാ കൊണ്ടുവരുന്നത്? നമുക്ക് നോമ്പറക്കാനേ. അതുപോലെ നമുക്ക് അറക്കണ്ടേ? അതിനൊക്കെ കൊണ്ടുവരികയാണ്. വല്ലാതെ കഷ്ടപ്പെടുത്തിട്ട്. ഇന്നാള് ഞാനൊരു ദൃശ്യം കണ്ടത്, ഒരാള് അറുക്കാനുള്ള മൂരി എഴുന്നേൽപ്പിക്കുന്നതിന്റെ പിൻഭാഗത്ത് മുളകരച്ച് തേച്ചിട്ടാണ്. ക്രൂരത കാണിക്കുക. കോഴികൾ എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമ്മൾ ഡെയിലി അടിക്കുന്ന സാധനം എന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലേ? പൊരിച്ചും കരിച്ചും ബോധം കെടുത്തി എങ്ങനെയൊക്കെയാണ് കോഴിയെ കഴിക്കേണ്ടതെന്ന് ഓരോരുത്തർക്കും അറിയില്ല. അതല്ല കോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ലോകം സ്വാതന്ത്ര്യമില്ലാത്ത ജീവിയാണ് കോഴി. അത് നൽകാത്ത നമ്മളുമാണ്. കാരണം വാഴാണ് കഴിഞ്ഞ് പോണ സമയത്ത് മിക്കവാറും ആളുകൾ കോഴിക്കടന് മുമ്പ് പോയിട്ട് ഏറ്റവും വലുതിനെ തന്നെ നോക്കി പിടിച്ചോ എന്ന് പറയും. എന്നിട്ടോ നന്നായിട്ടൊന്ന് പെടയാൻ സമ്മതിക്കാറുണ്ടോ? മര്യാദക്ക് ഒന്ന് അറുക്കോ? രണ്ടുമില്ല. നമ്മൾ അധികം ആളുകളും പറയും നീ തന്നെ അർത്ഥോ. അവരൊറ്റ പിടുത്തവും ഒരൊറ്റ വിട്ടുവാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അത്യാധി കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടാൻ പറയില്ല, സൂക്ഷിക്കാൻ വേണ്ടി പറയാണ്. മൃഗങ്ങളോട് കാരുണ്യം കാണിക്കാൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. കാരണം അവയുടെ നേതാവാണ്. അറുക്കുമ്പോൾ എങ്ങനെ അറുക്കണം? അറുത്ത് കഴിഞ്ഞാൽ അറുക്കപ്പെട്ട മൃഗത്തിന് സ്വാതന്ത്ര്യം നൽകട്ടെ. അതാണ് എല്ലാ മൃഗങ്ങളുടെയും നേതാവ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളവയെ വേദനിപ്പിക്കല്ലേ, നിങ്ങളവയെ ബുദ്ധിമുട്ടിക്കല്ലേ. അൻസ്വാരിയായ ഒരു സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് ചെന്നു. അവിടെ ഉണ്ട് ഒരു ഒട്ടകം. ആ ഒട്ടകം ഇങ്ങനെ വന്നു നബിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. നബി ഇങ്ങനെ നോക്കിയപ്പോഴോ